കുറച്ച് മോട്ടിവേഷൻ ആയാലോ? ചീറ്റോസ് കഴിക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? ഈ ചീറ്റോസ് ജസ്റ്റ് ടൈം പാസിന് കഴിക്കുക എന്നതിനപ്പുറം അതൊരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിച്ച കഥ കൂട്ടുകാർക്ക് അറിയാവോ? അത് ഉണ്ടാക്കിയ ആളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ചീറ്റോസ് ഉണ്ടായ കഥ, ആ ഒരു ഉണ്ടാക്കിയ വ്യക്തിയുടെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു കഥ നമുക്കിന്നൊന്ന് കേട്ടാലോ? 2023 റിലീസായ ഫ്ലേമിംഗ് ഹോട്ട് എന്ന ഒരു രസകരമായ ഹോളിവുഡ് ചിത്രമാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ വീഡിയോയുടെ താഴെ വീഡിയോ റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ക്രീൻ ഉണ്ടോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ കൂട്ടുകാർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് 1966 സദേൺ കാലിഫോർണിയയിലെ ഒരു മുന്തിരിത്തോട്ടം കാണിച്ചുകൊണ്ടാണ്. ഇഷ്ടംപോലെ മുന്തിരി വിളഞ്ഞും കിടക്കുന്നത് പറിക്കുന്ന കുറെ തൊഴിലാളികളെ നമുക്ക് കാണാം. അതൊക്കെ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ പറിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ കഥാനായകനായ റിച്ചാർഡും ഉള്ളത്. അവനൊരു കൊച്ചു പയ്യനാണ്. കൂട്ടുകാർ കൂടെ അവൻ ഓടിക്കളിക്കുന്നതിന്റെ ഇടയിൽ ഒരാളെ തട്ടി അവൻ വീഴുന്നുണ്ട്. ആ തട്ടിയത് റിച്ചാർഡിന്റെ അച്ഛനെ തന്നെയാണ്. അച്ഛൻ റിച്ചാർഡിനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. അച്ഛൻ ഒരു മുഴുക്കുടിയനാണ്. മക്കളോട് സ്നേഹത്തിൽ പെരുമാറാനോ കുടുംബം നന്നായി നോക്കാനോ അറിയാത്ത സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരച്ഛൻ. അച്ഛൻ അവനോട് അവൻ ജസ്റ്റ് ഒന്ന് ദേഹത്ത് വന്ന് തട്ടിന്ന് ആ പേരിൽ ഭയങ്കരമായി ശകാരിച്ച് അവനെ കൊണ്ട് അവിടെ പണിയെടുപ്പിക്കാനായി നോക്കുമ്പോൾ അത് കാണുന്ന അവന്റെ മുത്തശ്ശൻ, നീ എന്തിനാ ഈ കൊച്ചു പയ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പണിയെടുപ്പിക്കാൻ നോക്കുന്നത്? അവൻ കളിച്ച് നടക്കേണ്ട പ്രായം ഇതെന്നും പറഞ്ഞ് റിച്ചാർഡിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നു. റിച്ചാർഡിന്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ അവനെ പഠിപ്പിക്കാനായി അടുത്തുള്ള സ്കൂളിലൊക്കെ വിടുന്നുണ്ടെങ്കിലും റിച്ചാർഡിന് പഠനത്തോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ താല്പര്യമില്ലാതെ സ്കൂളിലേക്ക് പോകുന്ന അവന് സ്കൂളിലെത്താനുള്ള ഒരേ ഒരു മോട്ടിവേഷൻ അവിടെ അവൻ കണ്ടുമുട്ടിയ ജൂഡി എന്ന ഒരു പെൺകുട്ടിയാണ്. അവളും അവനെ പോലെ തന്നെ വളരെ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും സ്കൂളിൽ ഒരു കോമൺ പ്രശ്നമുണ്ട്. ഇവരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ എന്ന് കണ്ട് ചവിട്ടി തേക്കാനായി അവിടെ ഒരു കൂട്ടം ബുള്ളി പയ്യന്മാരുണ്ട്. അവന്മാർ എപ്പോ സമയം കിട്ടിയാലും നമ്മുടെ റിച്ചാർഡിനെയും ജൂഡിയും വന്ന് ബുദ്ധിമുട്ടിക്കും. കഴിക്കാൻ കൊണ്ടുവന്ന ഭക്ഷണം പോലും തട്ടിക്കളയുന്നത് ആ പയ്യന്മാർക്ക് വളരെ രസമുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ കണ്ട് റിച്ചാർഡ് ആകെ വിഷമിക്കുമ്പോൾ സാരയില്ല എന്നൊക്കെ പറഞ്ഞ് ജൂഡിയാണ് സമാധാനിപ്പിക്കുന്നത്. റിച്ചാർഡിന് എപ്പോഴും വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നത് ബറിറ്റോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭക്ഷണമാണ്. ചപ്പാത്തിക്കകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റഫ് ചെയ്തുള്ള ഒരു ഭക്ഷണം. അത് സാധാരണക്കാര് പൊതുവെ കഴിക്കുന്ന ഒരു ആഹാരമാണ്. അത് വലിയ വിലയൊന്നുമില്ല. ഇത് കഴിച്ച് റിച്ചാർഡിന് മടുത്തെങ്കിലും അവൻ വീട്ടിൽ നിന്ന് ഇത് കൊടുത്തു വിടുമ്പോൾ അത് ജൂഡിക്ക് കൊണ്ടു കൊടുക്കാറുണ്ട്. കാരണം ജൂഡിക്ക് ആ ഒരു ആഹാരത്തിന് പോലും വീട്ടില് ഗതിയിൽ അത്രത്തോളം കഷ്ടപ്പാടിലാണ് ജൂഡിയുടെ വീടെന്ന് റിച്ചാർഡിന് അറിയാം. അതുകൊണ്ട് തന്നെ അവന് കിട്ടുന്ന ഭക്ഷണമൊക്കെ അവൻ അവൾക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അന്നൊരു ദിവസം വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ബർട്ടോസിൽ തന്റേത് ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കഴിക്കാതെ അവിടെ വെച്ചോണ്ടിരിക്കുകയാണ് റിച്ചാർഡ്. ജൂഡിക്ക് അവൻ കൊടുത്തത് ജൂഡി അടുത്തിരുന്ന് കഴിക്കുന്നു. ഈ സമയം ആ ബുള്ളി പയ്യന്മാര് വരുന്നുണ്ട്. ഇവര് രണ്ടുപേരെയും ബുള്ളി ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം റിച്ചാർഡും ജൂഡിയും മെക്സിക്കൻകാരാണ്. അവർ ഈ കാലിഫോർണിയയില് കുടിയേറി വന്ന് താമസിക്കുകയാണ്. അവരുടെ വീട്ടുകാരൊക്കെ അവിടെ പണിയൊക്കെ എടുത്ത് ഈ വലിയ അവിടുത്തെ പ്രമാണിമാരുടെ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന സാധാരണ കുടുംബത്തിലെ ആളുകളാണല്ലോ റിച്ചാർഡും ജൂഡിയൊക്കെ. അതിന്റെ പേരിലാണ് ഈ പയ്യന്മാര് ശരിക്കും ഇവരെ ഇട്ട് ഉപദ്രവിക്കാറുള്ളത്. എന്തായാലും ഇപ്പൊ അവന്മാര് വന്ന് അവിടെ കഴിക്കാതെ റിച്ചാർഡ് മാറ്റി വെച്ചിരിക്കുന്ന ആ ബർട്ടോസിന്റെ പാക്കറ്റ് കണ്ട് ഇവന്മാർ ഏത് സമയത്താണല്ലോ തിന്നുന്നത്, ഇതിനെന്താ അത്ര രുചിയാണോ, ഒന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞു അതൊന്നും എടുക്കുമ്പോഴേക്കും റിച്ചാർഡ് തടയുന്നുണ്ട്. നിനക്കിത് കഴിക്കണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങാനായി റിച്ചാർഡ് പറയുന്നു. റിച്ചാർഡിന്റെ ആ നോട്ടവും ആദ്യമായി അവൻ ഈ പയ്യനെതിരെ സംസാരിക്കുന്നതും ആ പയ്യനിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവൻ ഇതിന് എന്ത് വില വരും എന്ന് ചോദിക്കുമ്പോൾ 25 സെന്റ് എന്ന് റിച്ചാർഡ് പറയുന്നു. നമ്മുടെ ഇവിടെ പൈസ എന്ന് പറയില്ലേ, അപ്പൊ അതേ കണക്കാണ് അവിടെ സെന്റ്. അങ്ങനെ ആ പയ്യൻ ആ നിസാര തുക കൊടുത്ത് അത് വാങ്ങിച്ച ഒരു കൗതുകത്തിന്റെ പുറത്ത് കഴിക്കുമ്പോഴേക്കും ആ പയ്യന് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ മെക്സിക്കൻകാരെ വളരെ കുറഞ്ഞവരായി കണക്കാക്കുന്ന അവർ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അവരുടെ തനതൊരു ഫുഡാണ് ഈ ഒരു ബർട്ടോസ്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇത് ടേസ്റ്റ് ചെയ്ത് ഈ പയ്യന് ഇഷ്ടമാകും. പിന്നീട് ഇതങ്ങ് ഭയങ്കര ഫേമസ് ആയി മാറുകയാണ്. ആ സ്കൂളില് പല കുട്ടികളും ഈ പയ്യൻ ഇതിന്റെ ടേസ്റ്റ് വർണ്ണിച്ചത് കേട്ടറിഞ്ഞ് റിച്ചാർഡിന്റെ അടുത്ത് കാശ് കൊടുത്ത് അവൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ബറിറ്റോസ് വാങ്ങി കഴിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ സ്കൂളില് റിച്ചാർഡിന്റെ ബറിറ്റോസിന് വളരെയധികം ഫാൻസ് ഉണ്ടാവുകയും അവൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ബറിറ്റോസ് അവർക്ക് വിറ്റ് കുറച്ച് കാശ് അങ്ങനെ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാശ് കൈ കിട്ടുമ്പോൾ അവൻ ജൂഡിക്ക് നല്ലൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നിയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് വാങ്ങിക്കാനായി കടയിലേക്ക് ചെല്ലുന്നു. കണ്ടാൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന റിച്ചാർഡിന്റെ കയ്യിൽ അത്രയും കാശ് ഇരിക്കുന്നത് കണ്ട്, പ്രത്യേകിച്ച് റിച്ചാർഡ് ഒരു കൊച്ചു പയ്യനായതുകൊണ്ടും ഒരു പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഉള്ള പയ്യനായതുകൊണ്ടും ഈ കാശ് അവൻ മോഷ്ടിച്ചതാണെന്ന രീതിയിൽ അവന് നേരെ കുറ്റം ആരോപിക്കപ്പെടുകയും അവനത് മോഷ്ടിച്ച് എവിടെ നിന്നോ കൊണ്ടുവന്നതാണെന്ന രീതിക്ക് അവനെ ആ ഷോപ്പിലുള്ള ഒരു പിടികൂടി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വേഗം പോലീസിനെ അവർ വിളിക്കുന്നുണ്ട്. പോലീസ് എത്തുമ്പോഴും താനിത് മോഷ്ടിച്ചതല്ല, താൻ സമ്പാദിച്ച കാശാണെന്ന് റിച്ചാർഡ് പറയുമ്പോൾ അവരങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. അങ്ങനെ എന്തായാലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന റിച്ചാർഡ് കൊച്ചു പ്രായം മുതലേ അവനൊരു മെക്സിക്കൻ ആണെന്ന പേരിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അവന്റെ
ചുറ്റിനുമുള്ള ആളുകളും അവന്റെ സാഹചര്യവും ഒക്കെ കൂടി വലുതായപ്പോ ഒരു ക്രിമിനൽ ആക്കി മാറ്റിയെന്ന് തന്നെ പറയാം. പിടിച്ചുപറിയും കൊള്ളയടിയും ലഹരി മരുന്ന് കച്ചടവും അങ്ങനെ അവൻ ചെയ്യാത്ത തോന്നിവാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ കൂട്ടായി റിച്ചാർഡിന്റെ കൂടെ അവന്റെ ഗേൾഫ്രണ്ടായി ജൂഡിയും ഉണ്ടായിരുന്നു. അങ്ങനെ റിച്ചാർഡിന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ജൂഡി പ്രഗ്നന്റ് ആവുന്നു. നമ്മളൊരു ഫാമിലിയായി മുന്നോട്ട് ജീവിക്കാൻ പോവല്ലേ, അതുകൊണ്ട് ഇതൊക്കെ അവസാനിപ്പിച്ച് എന്തെങ്കിലും ജോലിക്ക് പോയി ജീവിക്കാന്ന് ജൂഡി പറഞ്ഞെങ്കിലും റിച്ചാർഡ് കേട്ടില്ല. അവൻ അവന്റെ കൂട്ടുകെട്ട് ഗ്യാങ്ങിന്റെ കൂടെ ചേർന്ന് എല്ലാ തല്ലിപ്പൊളി പരിപാടികളും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ റിച്ചാർഡ് അതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റിലാവുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ നാട്ടില് അടിച്ചമർത്തപ്പെട്ട ഒരുപാട് മെക്സിക്കൻസ് അവർക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മെക്സിക്കനായ റിച്ചാർഡിന്റെ കേസ് കോടതിയിൽ എത്തുമ്പോൾ നാട്ടിൽ നടക്കുന്ന ആ ഒരു പ്രക്ഷോഭത്തില് മെക്സിക്കൻസിന്റെ കൂടെയാണ് ഗവൺമെന്റ് എന്ന ഒരു രീതിക്ക് സിറ്റുവേഷൻ എത്തേണ്ടത് കൊണ്ട് തന്നെ റിച്ചാർഡിനെയും അങ്ങനെ വലിയ ശിക്ഷ ഒന്നും കൊടുക്കാതെ ജഡ്ജി ഗുണദോഷിച്ച് ഇനിയെങ്കിലും ഈ പണിയൊന്നും ചെയ്യാതെ നേരെ ചൊവ്വ ജീവിക്കുന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഇനി താൻ ഈ ഒരു ജീവിച്ച രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഇതെല്ലാം അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് ജീവിക്കാം എന്ന് തോന്നുന്ന റിച്ചാർഡ് ആകട്ടെ ജയിൽ മോചിതനായ ശേഷം വീണ്ടും അവന്റെ കൂട്ടുകെട്ട് ഗ്യാങ് ഗുണ്ടാപ്പണിക്കും മറ്റും റിച്ചാർഡിനെ വിളിക്കുന്നുണ്ടെങ്കിലും റിച്ചാർഡ് അതിനൊന്നും പോയതേയില്ല. അങ്ങനെ ജൂഡിയുടെ കൂടെ റിച്ചാർഡ് ആകട്ടെ അന്നത്തെ ആ ഒരു അറസ്റ്റിനൊക്കെ ശേഷം പിന്നീട് ആളാകെ മാറി നല്ല രീതിക്ക് ജീവിക്കുന്നു. അങ്ങനെ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ 1982 കാലഘട്ടമാണ്. രണ്ട് മക്കളുടെയും കൂടെ റിച്ചാർഡും ജോലിയും അങ്ങനെ ജീവിക്കുന്നു. റിച്ചാർഡിന് അങ്ങനെ നല്ല ജോലി എന്ന് പറയാനായിട്ടൊന്നുമില്ല. കിട്ടുന്ന എന്ത് ജോലിക്കും പോയി കിട്ടുന്ന ആ തുച്ഛമായ വരുമാനം കൊണ്ട് ലൈഫ് കഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സ്ഥിരമായ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ റിച്ചാർഡിന് എന്നും തന്നെ ജോലിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ജോലിക്കായി റിച്ചാർഡ് ഭയങ്കരമായി കഷ്ടപ്പെടുന്നുണ്ട്. പലയിടങ്ങളിൽ പല ആളുകളുടെ മുന്നിൽ പോയി ജോലി അന്വേഷിക്കുന്നുണ്ട്. ജോഡിയും രണ്ട് കുട്ടികളെ വെച്ച് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു ജോലിക്കായി ട്രൈ ചെയ്യുന്നു. വീട്ടിൽ നിന്ന് തന്നെ റൊട്ടി കണക്കൊക്കെ ഉണ്ടാക്കി അത് റോഡിന്റെ അരികിലൊക്കെ നിന്ന് വിൽക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ലൈഫിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി കഷ്ടപ്പെടുന്നതിന്റെ ഇടയിൽ ഇവർ മെക്സിക്കൻ ആണെന്ന കാര്യം കൊണ്ട് കുട്ടിക്കാലത്ത് രണ്ടുപേരും അനുഭവിച്ചിരുന്ന കണക്ക് തന്നെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് അവരുടെ കുട്ടികളെ പോലും മെക്സിക്കൻ എന്ന ആ ഒരു രീതിക്ക് പറഞ്ഞ് അപമാനിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ സാധിക്കാതെ കുട്ടിക്കാലത്ത് ഇവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ മക്കൾക്കും വരരുത് എന്ന ആ ഒരു രീതിക്ക് അവർ അതിനെതിരെ പ്രതികരിക്കുന്നൊക്കെയുണ്ട്. എന്തായാലും ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അച്ഛനോട് സഹായം ചോദിക്കുന്ന ജോഡി റിച്ചാർഡിനോട് പറയുന്നുണ്ട്. റിച്ചാർഡിന്റെ അച്ഛൻ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിക്കാണ് ജീവിക്കുന്നത്. പക്ഷെ റിച്ചാർഡ് ആകട്ടെ കുട്ടിക്കാലത്ത് അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും പഠിക്കാൻ പോവാതെ അന്ന് ആ കേസിൽ പെട്ടതിന് ശേഷം പിന്നീട് അവന്റെ ലൈഫ് ആകെപ്പാടെ വഴിതെറ്റി പോവുകയായിരുന്നല്ലോ. അതിന്റെ പേരിൽ അച്ഛനും അവനും തമ്മിൽ അങ്ങനെ സംസാരം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛനോട് സഹായം ചോദിക്കാൻ റിച്ചാർഡിന് മനസ്സിലായിരുന്നെങ്കിലും ജൂഡി നിർബന്ധിച്ചതുകൊണ്ട് തന്റെ ഫാമിലിക്ക് വേണ്ടി അച്ഛന്റെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കാനായി റിച്ചാർഡ് തീരുമാനിക്കുന്നു. അങ്ങനെ റിച്ചാർഡ് അവിടെ പോകുമ്പോൾ ജൂഡിക്കും മക്കൾക്കും ഒക്കെ അവിടുന്ന് നല്ലൊരു വെൽക്കം തന്നെയാണ് കിട്ടുന്നത്. അവരൊക്കെ അവിടെയുള്ള നല്ല ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ റിച്ചാർഡ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ അച്ഛന്റെ കുത്തുവാക്കുകൾ റിച്ചാർഡിന്റെ സൗകര്യം കെടുത്തുന്നു. പഠിക്കാൻ വിട്ടപ്പോ പഠിക്കാതെ ഗുണ്ടാപ്പണിക്ക് നടന്ന് ഇപ്പൊ വലിയ ഗാങ്സ്റ്ററായി മാറിയിരിക്കുകയല്ലേ. ഇപ്പൊ ഭാര്യ ജോലിക്ക് പോയി നിനക്ക് ചെലവിന് തരേണ്ട അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കുറ്റപ്പെടുത്തുമ്പോൾ റിച്ചാർഡിന് ആകെപ്പാടെ ടെൻഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന റിച്ചാർഡ് നേരെ ചെന്ന് വിടുന്നത് റിച്ചാർഡിന്റെ ആ ഒരു ഗാങ്സ്റ്റർ ഗ്യാങ്ങിന്റെ മുന്നിലാണ്. അവരൊക്കെ ലഹരി മരുന്ന് കച്ചവടമൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. റിച്ചാർഡ് അന്ന് കേസിൽ പെട്ടതിന് ശേഷം അതിൽ നിന്ന് മാറിയതേ ഉള്ളൂ. എന്തായാലും കുട്ടിക്കാലത്ത് ഒരു കേസിൽ പെട്ട് മനസ്സറിയാതെ ഗാങ്സ്റ്റർ എന്ന ഒരു രീതിയിലേക്ക് മാറിയ റിച്ചാർഡ് പിന്നീട് മറ്റൊരു കേസിൽ പെട്ട് അതിൽ നിന്നൊക്കെ മാറിയെങ്കിലും ഇപ്പൊ വീണ്ടും കാശിന് വേണ്ടി ആ പണിയിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് റിച്ചാർഡിന് തോന്നുന്നുണ്ട്. ആ ഒരു ഗ്യാങ്ങില് റിച്ചാർഡിന് ഒരു നല്ല ഫ്രണ്ട് ഉണ്ട്. ആളുടെ പേര് റോണി എന്നാണ്. റോണി റിച്ചാർഡിനോട് വേണ്ട, നിനക്ക് ഇപ്പൊ നല്ലൊരു ഫാമിലി ഉണ്ട്, വെറുതെ ഈ പണിക്കൊന്നും വരണ്ടെന്ന് പ്രത്യേകമായി അവനോട് പറയുന്നുണ്ട്. റോണി ഈ ഒരു ഗ്യാങ്ങിൽ ഉണ്ടെങ്കിലും പകൽ സമയത്തൊക്കെ അവനൊരു ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. രാത്രി സമയത്താണ് ഈ ലഹരി മരുന്ന് കച്ചവടങ്ങൾക്കൊക്കെയായി ഈ ഗ്യാങ്ങിന്റെ കൂടെ കൂടുന്നത്. അതിന് കാരണം അവന്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അമ്മയുടെ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കൊക്കെ കാശിന് വേണ്ടിയാണ് റോണി ഇങ്ങനെ വരുന്നത്. പക്ഷെ റിച്ചാർഡിന് തന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് റിച്ചാർഡ് വീണ്ടും ഈ ഒരു രീതിയിലേക്ക് മടങ്ങി വരാതിരിക്കാനായി റോണി അവനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് റോണി ഒരു ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ഒരു മെക്സിക്കനായ റോണിക്ക് അങ്ങനെ ഒരു ഫാക്ടറിയിൽ ജോലി കിട്ടിയെങ്കിൽ തീർച്ചയായും തനിക്കും അങ്ങനെ ഒരു ജോലി കിട്ടേണ്ടതല്ലേ. റോണി വിചാരിച്ച അത് നടക്കുമല്ലോ എന്ന് റിച്ചാർഡ് റോണിയോട് സംസാരിക്കുമ്പോൾ ഞാനൊരു സ്നാക്സിന്റെ ഫാക്ടറിയിൽ ക്ലീനിങ് ജോലിക്കാ പോകുന്നത്, നിനക്കത് അറിയാലോ. പക്ഷെ ഞാൻ വിചാരിച്ചാൽ നിനക്ക് അവിടെ ജോലിയൊന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല. നീ തന്നെ നേരിട്ട് അവിടെ പോയി സംസാരിച്ച് അതിന് വേണ്ട ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക, അപ്പൊ നിനക്ക് ജോലി കിട്ടുമായിരിക്കും റോണിയും പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ റിച്ചാർഡ് അവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് കിട്ടിയ ഒരു ഫോം പക്ഷെ ഫില്ല് ചെയ്യാനായിട്ടുള്ള പഠിപ്പും വിവരവും ഒന്നും തനിക്കില്ലെന്ന് ഉറപ്പുള്ള റിച്ചാർഡ് ആ ഫോമുമായി നേരെ വീട്ടിലേക്ക് പോകുന്നു. ജൂഡിയാണ് റിച്ചാർഡിന് വേണ്ടി ആ ഒരു ബേസിക് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. റിച്ചാർഡ് ആകട്ടെ സ്കൂളിലെ പഠനം ഒന്നും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അതൊരിക്കലും കമ്പനിക്കാർ കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന രീതിക്ക് ജൂഡി ഹൈസ്കൂൾ പഠനമൊക്കെ പൂർത്തിയാക്കിയ ഒരാളാണ് റിച്ചാർഡ് എന്നാണ് ആ ഫോമിൽ ഫില്ല് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ജൂഡി ഫില്ല് ചെയ്ത ആ ഫോമുമായി നേരെ കമ്പനിയിലെ HR മാനേജറിനെ കാണാനായി റിച്ചാർഡ് പോകുന്നുണ്ട്. ഈ HR മാനേജർ ആകട്ടെ ജൂലിയും റിച്ചാർഡും ഒക്കെ പഠിച്ചിരുന്ന ആ ഒരു സ്കൂളിലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ആളുടെ മുന്നിൽ അധികം നേരം കള്ളം പറഞ്ഞു നിൽക്കാനായി റിച്ചാർഡിന്
സാധിച്ചിട്ടില്ല, ഞാൻ സ്കൂൾ പഠനം പോലും പൂർത്തിയാക്കിയിട്ടില്ല, സാഹചര്യങ്ങൾ മൂലം അതിന് പറ്റിയിട്ടില്ല എന്ന കാര്യങ്ങൾ റിച്ചാർഡ് അവിടെ തുറന്നു പറയുമ്പോൾ ആദ്യം മാനേജർ റിച്ചാർഡ് പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ലെങ്കിലും റിച്ചാർഡ് കുറെ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിന്റെ ജോലി റിച്ചാർഡിന് കൊടുക്കാനായി അദ്ദേഹം തയ്യാറാവുന്നു. അതിന് രണ്ടുണ്ട് കാരണങ്ങൾ. കാരണം ഈ ക്ലീനിങ് സ്റ്റാഫിന് വലിയ പഠിപ്പും വിവരവും ഒന്നും ആവശ്യമില്ല എന്നതും, രണ്ടാമതായി മെക്സിക്കൻ ആളുകളെ ജോലിക്ക് വെച്ച് അവർ വളരെയധികം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് ആ അമേരിക്കക്കാരുടെ ഒരു കോൺസെപ്റ്റുമാണ്. അങ്ങനെ റിച്ചാർഡിന് അവിടെ ക്ലീനിങ് സ്റ്റാഫായി ജോലി ലഭിക്കുന്നു. റിച്ചാർഡ് വളരെ സന്തോഷത്തിൽ അടുത്ത ദിവസം ജോലിക്ക് പുറപ്പെട്ടു പോകുന്നുണ്ട്. അത് വലിയൊരു ഫാക്ടറിയാണ്. അവിടെ ഉണ്ടാക്കുന്നത് ചീറ്റോസ്, ലേസ് കണക്കുള്ള അങ്ങനത്തെ സ്നാക്സും ആണ്. അവിടെ പല ടൈപ്പ് മെഷീനറീസിലൂടെ ഈ ഒരു സ്നാക്സ് പ്രോസസ് ചെയ്ത് അത് ഫൈനൽ ആ പ്രോഡക്റ്റ് മാറുന്ന ഒരു കാഴ്ച റിച്ചാർഡിനെ സംബന്ധിച്ച് വളരെ കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം റിച്ചാർഡ് ഇതുവരെ ഇത് കണക്ക് ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടില്ല. രണ്ടാമതായി അവിടെ ഒരുപാട് മെഷീനറിയും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളാണ് റിച്ചാർഡ് ചെയ്യുന്നത്. പൊതുവെ മെഷീനറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിച്ചാർഡിന് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ്. റിച്ചാർഡ് മുന്നേ പല ജോലികൾ ചെയ്യാറുണ്ടായിരുന്നല്ലോ കിട്ടുന്നതിനനുസരിച്ച്. അതിൽ പല ഇലക്ട്രോണിക് ഡിവൈസുകളുടെ റിപ്പയറിങ്ങും റിച്ചാർഡ് ചെയ്യാറുണ്ടായിരുന്നു. സ്വന്തം വീട്ടിലെ ഫ്രിഡ്ജ് പോലും കംപ്ലൈന്റ് ആവുമ്പോൾ റിച്ചാർഡ് ഇത് റെഡിയാക്കുമായിരുന്നു. കാരണം ഇവർക്ക് ഫ്രിഡ്ജിൽ ഭക്ഷണം സൂക്ഷിച്ച് വെച്ച് കുറച്ച് ദിവസത്തേക്ക് ആ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ ഭക്ഷണം നാളത്തേക്ക് കരുതി വെക്കാൻ അവർക്ക് വഴിയില്ലെങ്കിൽ പിന്നെ നാളെ പട്ടിണിയാവും എന്ന രീതിക്കൊക്കെ ആയിരുന്നല്ലോ അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഫാക്ടറിയിലെ ക്ലീനിങ് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടീം ഫാക്ടറിയിലെ ആ മെഷീൻസിന്റെ ഒക്കെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാനായി ഒരു പ്രത്യേക താല്പര്യം തോന്നുന്ന റിച്ചാർഡ് അവിടുത്തെ മെഷീൻ ഓപ്പറേറ്ററിന്റെ അടുത്ത് ചെന്ന് അതിനെപ്പറ്റി ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ ക്ലീനിങ് ജോലിക്ക് നിൽക്കുന്ന കൂടുതൽ പേരും മെക്സിക്കൻസ് ആണ്, അവർക്ക് തങ്ങളെക്കാൾ താഴ്ന്ന ആളുകളാണ് എന്ന ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന അമേരിക്കക്കാരനായിരുന്ന ആ ഒരു ഓപ്പറേറ്റർ നീ ചെയ്യേണ്ട ജോലി മാത്രം ചെയ്താൽ മതി, കൂടുതൽ ചെയ്യാൻ വരണ്ടെന്ന് റിച്ചാർഡിനോട് ദേഷ്യപ്പെടുന്നു. വീണ്ടും ഒരു മെക്സിക്കൻ എന്ന രീതിയിൽ തന്നെ കുത്തി സംസാരിക്കുന്നത് കേട്ട് രക്തം നിൽക്കുന്ന റിച്ചാർഡിന് അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇങ്ങനെ കൊടുക്കുന്ന കണക്ക് അവന്റെ മനസ്സിൽ തോന്നിയെങ്കിലും അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നു. കാരണം ഇപ്പൊ കിട്ടിയ ഒരു ജോലിയും കൂടി പോയാൽ ഫാമിലി ആകെ പാടെ കഷ്ടത്തിലാവും. ഈ സമയത്താണ് അവിടെ മറ്റൊരു മെഷീൻ ഓപ്പറേറ്ററിനെ റിച്ചാർഡ് ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ഒരു ആഫ്രിക്കൻ അമേരിക്കക്കാരനാണ്, പേര് ബേക്കർ. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ വളരെ നല്ല ഒരാളായി തോന്നുന്ന റിച്ചാർഡ് അടുത്ത് എന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹവും നല്ല രീതിക്ക് റിച്ചാർഡിനോട് സംസാരിക്കുകയും റിച്ചാർഡ് ചുമ്മാ ഒന്ന് അറിയാനാണെന്ന് പറഞ്ഞ ആ മെഷീനിനെ പറ്റി ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി നൽകുകയും ചെയ്തു. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് എത്തുന്ന റോണി റിച്ചാർഡ് അവിടെ പുതിയൊരാളായതുകൊണ്ട് തന്നെ നീ എന്തീ കാണിക്കുന്നേ, അദ്ദേഹം എഞ്ചിനീയറാ, അദ്ദേഹത്തെ ചുമ്മാ ജോലിക്കിടെ ശല്യപ്പെടുത്താതെ എന്ന് പറഞ്ഞ് റിച്ചാർഡിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ആക്ച്വലി റിച്ചാർഡ് ഈ ഒരു ക്ലീനിങ് ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഈ മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവരെ പോലെയുള്ള ഒരു തസ്തികയിലേക്ക് മാറണമെന്നത് വലിയ ആഗ്രഹമാണ്. അങ്ങനെ റിച്ചാർഡിനെ വിളിച്ചുകൊണ്ട് പോകുന്ന റോണി റിച്ചാർഡിനോട് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഈ ഒരു ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, പല ലെവലിലെ എംപ്ലോയീസ് ഉണ്ട്. ആ ലെവലിനനുസരിച്ച് എംപ്ലോയീസിന്റെ യൂണിഫോമിലും മാറ്റമുണ്ട്. ഒരു എംപ്ലോയി ഇട്ടിരിക്കുന്ന യൂണിഫോം കണ്ടാൽ അയാൾ ഏതൊരു ലെവലിലെ എംപ്ലോയി ആണെന്ന് മനസ്സിലാക്കാനേ സാധിക്കും. ഒന്നാമത്തേത് പ്ലാൻ മാനേജേഴ്സ്, അവരാണ് ഈ ഒരു എംപ്ലോയീസിന്റെ ഒക്കെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളത്. അവരുടെ താഴെയുള്ളതാണ് ഫ്ലോർ മാനേജേഴ്സ്. ഫ്ലോർ മാനേജേഴ്സിന്റെ താഴെയാണ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. അവരുടെ താഴെയാണ് സൂപ്പർവൈസേഴ്സ് ഉള്ളത്. അവരുടെയും ഏറ്റവും താഴെയാണ് നിന്നെയും എന്നെയും പോലെയുള്ള ഈ യൂണിഫോം ഇട്ടിരിക്കുന്ന തൊഴിലാളികൾ ഉള്ളതെന്ന് റോണി പറയുന്നു. ഒരു 15 വർഷത്തോളമായി നീ ഇപ്പൊ സംസാരിച്ച ബേക്കർ എന്ന ആ ഒരു മെഷീൻ ഓപ്പറേറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ മെഷീൻ ഓപ്പറേറ്ററിൽ നിന്ന് അദ്ദേഹം പ്ലാൻ മാനേജർ ആവേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്ന ആ ഒരു കാര്യത്തിന്റെ പേരിൽ പ്രൊമോഷൻ ഒന്നും കൊടുക്കാതെ അദ്ദേഹത്തെ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് റോണി പറയുമ്പോഴാണ് റിച്ചാർഡ് അറിയുന്നത്. തനിക്കെതിരെ നടക്കുന്നത് അനീതിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു മുഷിപ്പും ഇല്ലാതെ തന്റെ ജോലി നല്ല ഭംഗിയായി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ബേക്കർ. ഇപ്പോ ബേക്കറിന്റെ മുകളിലുള്ള പല പ്ലാൻ മാനേജേഴ്സും മുന്നേ ബേക്കറിന്റെ കൂടെ അല്ലെങ്കിൽ ബേക്കറിന്റെ താഴെയൊക്കെ വർക്ക് ചെയ്ത് പിന്നീട് ബേക്കറിന് കൊടുക്കാത്ത ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടി, അവർ മുന്നോട്ട് പോയവരാണ്. എന്നിട്ടും ബേക്കറിന് യാതൊരു പ്രശ്നമില്ല, ആളുടെ ജോലി നല്ല ഭംഗിയായി ചെയ്തു പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ റിച്ചാർഡിന് അത് ഭയങ്കര ഒരു കൗതുകമായി തോന്നുന്നുണ്ട്. അങ്ങനെ പതിയെ ബേക്കറുമായി ഒരു സൗഹൃദത്തിലാവാനായി റിച്ചാർഡിന് സാധിക്കുന്നുണ്ട്. റിച്ചാർഡ് നല്ല മെക്സിക്കൻ ഫുഡൊക്കെ ബേക്കറിന് കൊടുക്കുകയും ബേക്കർക്ക് റിച്ചാർഡിന് ഈ ഒരു മെഷീൻസിന്റെ ഒക്കെ പ്രവർത്തനം പഠിക്കണമെന്ന ആ ഒരു താല്പര്യമുണ്ട്. ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് നല്ല മെച്ചപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് മാറണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് ബേക്കർ കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്ലീനിങ് ജോലികൾക്കിടയിൽ ബേക്കറിനോട് മെഷീൻസിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ചോദിച്ചു പഠിക്കുന്ന റിച്ചാർഡ് പതിയെ ഈ ഒരു സ്ഥാനം മാറുന്നതൊക്കെ സ്വപ്നം കണ്ടിരുന്നെങ്കിലും അതിനൊന്നും റിച്ചാർഡിന് സാധിച്ചതില്ല. പിന്നീട് ഒരു 8 വർഷങ്ങൾ കൂടി റിച്ചാർഡ് അങ്ങനെ ക്ലീനിങ് ജോലി ചെയ്ത് തന്നെ ആ ഒരു കമ്പനിയിൽ കഴിഞ്ഞു കൂടേണ്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് കാരണം അപ്പോഴേക്കും അവിടെ വലിയ സാമ്പത്തിക മാന്ദ്യം വരികയും കമ്പനി ഉള്ള എംപ്ലോയീസിന്റെ എണ്ണം കുറയ്ക്കാനായി ശ്രമിക്കുകയും റിച്ചാർഡ് കഷ്ടിച്ച് ഇപ്പോൾ ഉള്ള ജോലി നഷ്ടപ്പെടാതെ അതിൽ തന്നെ മുന്നോട്ട് പോകാനായി പാടുപെടുകയായിരുന്നു. അതിന്റെ ഇടയിൽ ഈ പൊസിഷനിൽ നിന്ന് മാറി മറ്റൊരു സ്ഥാനത്തേക്ക് ശ്രമിക്കാനൊന്നും റിച്ചാർഡിന് സാധിച്ചതേയില്ല. പിന്നെ ഈ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഇടയിലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് റിച്ചാർഡ് ബെസ്റ്റ് എംപ്ലോയിക്കുള്ള അവരുടെ ആ ഒരു ക്ലീനിങ് സ്റ്റാഫ്സിന്റെ ഇടയിലെ സ്റ്റാർ ആയി മാറുന്നുണ്ട്. ഒപ്പം തന്നെ എംപ്ലോയീസിന്റെ എണ്ണം ഇപ്പൊ കുറവായതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിന് പുറമെ കമ്പനിയുടെ മറ്റു ഡിപ്പാർട്ട്മെന്റിലും ചെറിയ ജോലികളൊക്കെ ചെയ്യാനായി റിച്ചാർഡിന് സാധിക്കുന്നു. അങ്ങനെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ജോലി അന്ന് കിട്ടുന്ന റിച്ചാർഡ് അതിന് പോകുന്ന സമയത്താണ് തങ്ങളുടെ ഈ ഒരു കമ്പനിയുടെ കൂടുതൽ പ്രോഡക്റ്റ് വാങ്ങുന്നത് എങ്ങനത്തെ ആളുകളാണ്, ഇവരുടെ ടേസ്റ്റ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനായി റിച്ചാർഡിന് സാധിക്കുന്നത്. ഇതേ ടീം റിച്ചാർഡ് ഈ ജോലി ചെയ്യുന്ന കമ്പനിയുടെ
കമ്പനിയുടെ സിഇഒയുടെ തന്നെയായിരുന്നു പെപ്സി എന്ന ബ്രാൻഡും. സാമ്പത്തിക മാന്ദ്യവും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി കമ്പനികളുടെ കടന്നുവരവും ഒക്കെ കൂടി ഈ കമ്പനിയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി എന്ന കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരേ ഒരു വഴി കമ്പനിയിലെ വർക്കേഴ്സിനെ ആത്മാർത്ഥമായി പണിയെടുപ്പിക്കുക എന്നതാണെന്ന് മനസ്സിലാക്കുന്ന സിഇഒ ആകട്ടെ വർക്കേഴ്സിന് വേണ്ടി ഒരു മോട്ടിവേഷണൽ വീഡിയോ സ്വയം തയ്യാറാക്കിയത് അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓരോരുത്തരും ഈ കമ്പനിയിലെ തൊഴിലാളി എന്ന രീതിക്ക് കാണാതെ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ ഒരു സിഇഒ ആണെന്ന രീതിക്ക് തന്നെ കണ്ട് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ മറ്റ് എംപ്ലോയീസ് ഒന്നും തന്നെ വലിയ താല്പര്യത്തോടെ ഇരുന്ന് കണ്ടില്ലെങ്കിലും റിച്ചാർഡ് അത് വളരെ താല്പര്യത്തോടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. കാരണം റിച്ചാർഡിന് ഈ ഒരു കമ്പനിയിൽ ജോലിക്ക് വന്ന ശേഷം ഇവിടുത്തെ സിഇഒയെ പറ്റി അറിഞ്ഞ ശേഷം എന്തെങ്കിലും അദ്ദേഹത്തെ പോലെ താനും ഒരു സിഇഒ സ്ഥാനത്തേക്ക് എത്തണം, തന്റേതായ ഒരു കമ്പനി വേണം എന്നൊക്കെ ഭയങ്കരമായ ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു ചവിട്ടുപടി എന്ന രീതിയിലാണ് ഇവിടെ കിട്ടിയ ഒരു ക്ലീനിങ് സ്റ്റാഫ് എന്ന ഒരു പൊസിഷനിൽ നിന്ന് പതിയെ മെഷീൻ ഓപ്പറേറ്ററായി മാറണം, പിന്നീട് അവിടുന്ന് ഒരു ഹയർ പൊസിഷനിലേക്ക് ചെല്ലണം, പിന്നീട് അവിടുന്ന് സിഇഒ ആയി മാറണം എന്നിങ്ങനെ റിച്ചാർഡ് മനക്കോട്ട കിട്ടിയിരുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്ന റിച്ചാർഡ് മക്കൾ എത്തുമ്പോൾ ഒരാളാകട്ടെ സ്കൂളിൽ നിന്ന് അടി ഉണ്ടാക്കിയിട്ട് വരുന്ന വരവാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മക്കളെ ഒന്ന് സമാധാനിപ്പിക്കാനായി നേരെ വീട്ടിലേക്ക് കൊണ്ടാതെ അവർക്ക് സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കാനായി ഒരു പാർക്കിന്റെ അവിടേക്കാണ് റിച്ചാർഡ് പോകുന്നത്. അവിടെ വെച്ച് കോണിൽ കുറച്ച് സ്പൈസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ലോക്കൽ സ്നാക്കാണ് റിച്ചാർഡ് വാങ്ങിച്ചു നൽകുന്നത്. മൂത്ത മകൻ അതിരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഇളയ മകനായിട്ട് അച്ഛൻ നല്ല എരിവുണ്ടെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒന്ന് വെപ്രാളം പിടിക്കുന്നുണ്ട്. എരിവാണെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോൻ കഴിക്കണ്ട, കളഞ്ഞേക്കെന്ന് റിച്ചാർഡ് പറയുമ്പോൾ എരിവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ആ പയ്യൻ അത് കഴിക്കുമ്പോൾ റിച്ചാർഡിന് ഒരു ഐഡിയ. റിച്ചാർഡ് മുന്നേ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി പോയ സമയത്ത് കണ്ടിരുന്നല്ലോ, ഇവരുടെ ഫാക്ടറിയുടെ ബിഹാഫിൽ സെല് ചെയ്യുന്ന സ്നാക്സിൽ ഒക്കെ തന്നെ സ്പൈസസേ ഇല്ല, ഏതാണ്ട് ഒരേ കണക്കുള്ള ഫ്ലേവേഴ്സ് ആണ് അവിടെ വിൽക്കുന്നതെന്നും പറയാം. കുറച്ച് എരിവ് കൂട്ടിയിട്ട ഒരു സ്നാക്ക് കുറച്ച് വെറൈറ്റി ആയിരിക്കും, അതൊരു പക്ഷേ കമ്പനിക്ക് പുതിയൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ നല്ലൊരു ഐഡിയ ആയിരിക്കും എന്ന് തോന്നുന്ന റിച്ചാർഡ് അങ്ങനെ നല്ല എരിവുള്ള ഒരു സ്നാക്ക് മാർക്കറ്റിൽ ഇറക്കിയാൽ ഇവിടെയുള്ള ആളുകൾക്ക് അത് തീർച്ചയായും ഇഷ്ടം തോന്നുമെന്നും കമ്പനി ഇപ്പൊ പോകുന്ന നഷ്ടത്തിൽ നിന്ന് കമ്പനിയെ രക്ഷപ്പെടുത്താനായി തന്റെ സിഇഒ പറഞ്ഞ കണക്ക് അത് നല്ലൊരു ഐഡിയ ആയിരിക്കും റിച്ചാർഡിന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് ചെന്ന് എനിക്ക് കമ്പനിയിലെ പ്രശ്നം ഇപ്പൊ പരിഹരിക്കാനായി അവർക്ക് പുതിയൊരു പ്രോഡക്റ്റ് ഐഡിയ പറഞ്ഞു കൊടുക്കാനുണ്ട്, കുറച്ച് എരിവുള്ള സ്നാക്സ് ഉണ്ടാക്കാനും എന്നിങ്ങനെ റിച്ചാർഡ് പറയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ അതിന് കൂടെ ഉണ്ടാവും, പക്ഷെ ഇതൊക്കെ വർക്ക്ഔട്ട് ആവുമോ? കമ്പനി പതിയെ പതിയെ സ്റ്റാഫ്സിന്റെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ പേര് ഇപ്പോ ജോലി ഇല്ലാണ്ടായി, നിങ്ങൾക്കിപ്പോ ദിവസവും ജോലിയില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലെ സാമ്പത്തിക മാന്ദ്യം കാരണം കമ്പനി ജോലി തരുന്നുള്ളൂ, ഇനിയിപ്പോ ഈ ഒരു ഐഡിയ വർക്ക്ഔട്ടായി ജോലിയൊക്കെ സ്ഥിരമാവാനായി അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതുകൊണ്ട് ഈ ഒരു കമ്പനി വേണ്ടെന്നേ, ഇതല്ലേ ഇപ്പോ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്. നിങ്ങളുടെ അച്ഛൻ ജോലി ചെയ്യുന്ന ആ കമ്പനി അത്യാവശ്യം നല്ല രീതിയിലാണ് പോകുന്നത്, അവിടെ ഒരു ജോലിക്ക് ട്രൈ ചെയ്തൂടെ? ഈ ഒരു കമ്പനിയിലെ ജോലി വേണ്ടെന്ന് വെച്ച് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നത് ജൂഡി പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല എന്ന് റിച്ചാർഡ് പറയുന്നുണ്ടെങ്കിലും പ്ലീസ് നമ്മുടെ പിള്ളേരും നമ്മളൊക്കെ നന്നായി ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ ഒരു കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്താൽ എത്ര നാളെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ജൂഡി നിർബന്ധിക്കുമ്പോൾ അച്ഛന്റെ അടുത്ത് നിന്ന് സഹായം ചോദിക്കുക എന്ന രീതിക്ക് റിച്ചാർഡ് പോകുന്നുണ്ടെങ്കിലും അച്ഛൻ വീണ്ടും റിച്ചാർഡിനെ കാണുമ്പോൾ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിക്ക് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും ദേഷ്യം വന്ന് റിച്ചാർഡും തിരിച്ച് സംസാരിക്കുന്നു. അച്ഛനും മകനും തമ്മിൽ അങ്ങനെ വാക്കിട്ടാവുകയും അതിന്റെ ഇടയിൽ നിന്റെ ഭാര്യ പോലും നിന്നെ ഇട്ടിട്ട് പോടാ, നിന്നെ എന്തിനു കൊള്ളാന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സംസാരിക്കുമ്പോൾ അത്ര നേരം മിണ്ടാതിരുന്ന ജൂഡിക്ക് ദേഷ്യം വരുന്നു. ഒരിക്കലും ഞാൻ എന്റെ ഭർത്താവിനെ ഏതൊരു അവസ്ഥയിലും ഇട്ടിട്ട് പോയില്ല എന്ന് അച്ഛനോട് എതിർത്ത് സംസാരിച്ച ജൂഡി അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞിട്ടാ അദ്ദേഹം ഇവിടെ വന്നത്, എന്തായാലും ഇനി ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് റിച്ചാർഡുമായി പോകുന്നു. അങ്ങനെ എന്തായാലും റിച്ചാർഡിന്റെ ആ ഒരു പുതിയ സ്നാക്സ് നല്ല എരിവുള്ള സ്നാക്സ് ഉണ്ടാക്കുക എന്ന ഒരു കാര്യത്തിന് ജൂഡി വളരെയധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് വളരെ നാച്ചുറൽ സ്പൈസസ് ഉപയോഗിച്ച് തനതായ ഒരു മെക്സിക്കൻ സ്റ്റൈലിൽ തന്നെ നല്ല എരിവുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കുകയും അത് അവരുടെ മകന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുട്ടി കഴിച്ച് നല്ല എരിവുണ്ടെന്ന് പറയുന്ന അതേ സമയം തന്നെ ഈ എരിവ് പക്ഷെ ഇത് കഴിക്കേണ്ടെന്നൊരു തോന്നല് മനസ്സിലുണ്ടാക്കുന്നില്ല, വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് വല്ലാത്തൊരു ത്വരയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ തന്റെ ഈ ഒരു പുതിയ സ്നാക്സിന്റെ ഐഡിയ ഒക്കെ തന്നെ ബേക്കറുമായി റിച്ചാർഡ് ഷെയർ ചെയ്യുന്നുണ്ട്. റിച്ചാർഡിന് എങ്ങനെയും ഈ ഒരു കാര്യം അവരുടെ സിഇഒയെ അറിയിക്കണം, പക്ഷെ അതിന് മെഷീൻ ഓപ്പറേറ്റർ ആയ ബേക്കർ വഴി നടക്കില്ല, പ്ലാൻ മാനേജർ വഴി തന്നെ അതിന് റിച്ചാർഡ് ശ്രമിക്കുന്നുണ്ടെങ്കിലും നിന്നെ പോലെ ഒരു ക്ലീനിങ് സ്റ്റാഫിനൊന്നും തന്നെ നമ്മുടെ സിഇഒയോട് സംസാരിക്കാനുള്ള യോഗ്യത ഇല്ല, അദ്ദേഹം നിന്റെ ഐഡിയ ഒന്നും കേൾക്കാൻ ഇരിക്കല്ല എന്ന് പറഞ്ഞു ആ പ്ലാൻ മാനേജർ റിച്ചാർഡിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ റിച്ചാർഡ് അതീവ രഹസ്യമായി അവരുടെ സിഇഒയുടെ നമ്പർ ഓഫീസിൽ കടന്നു കയറി കൈക്കലാക്കുകയും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. സിഇഒയുടെ സ്റ്റാഫാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു ക്ലീനിങ് സ്റ്റാഫ് നേരിട്ട് സിഇഒയെ വിളിച്ചു വന്നത് പുള്ളിക്കാരിയെ കുറച്ച് അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. അതെങ്ങനെ ശരിയാവുന്ന രീതിക്ക് പുള്ളിക്കാരി ചിന്തിച്ചെങ്കിലും കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കമ്പനിക്ക് വേണ്ടി ഒരു നല്ല ഐഡിയ തന്റെ കയ്യിലുണ്ടെന്നൊക്കെ അയാൾ പറയുമ്പോൾ പിന്നെ സിഇഒക്ക് നേരിട്ട് ആ ഒരു കോൾ ആ സ്റ്റാഫ് കൈമാറുന്നു. അങ്ങനെ സിഇഒയോട് സംസാരിക്കുന്ന റിച്ചാർഡ് തന്റെ ഒരു ഐഡിയ പറയുന്നുണ്ട്. കമ്പനിയുടെ പ്രോഡക്ട്സിൽ ഇപ്പോൾ ഉള്ളത് തന്നെ മൈൽഡ് ഫ്ലേവർ ഉള്ള പ്രോഡക്ട്സ് ആണ്. പലപ്പോഴും സ്പൈസി പ്രോഡക്ട്സ് കമ്പനി തയ്യാറാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അത് വർക്ക്ഔട്ട് ആയിട്ടില്ല, നല്ലൊരു ഫ്ലേവറിലേക്ക് അത് എത്തിയിട്ടില്ല എന്നത് റിച്ചാർഡിന് അറിയാം. റിച്ചാർഡ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ സ്പൈസസ് ഉപയോഗിച്ച് നല്ലൊരു ടേസ്റ്റി ഫ്ലേമിംഗ് ഹോട്ട് ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇത് മെക്സിക്കൻസിന് വളരെയധികം ഇഷ്ടപ്പെടുമെന്നും നാട്ടിലെ കുറെ മെക്സിക്കൻസ് ഉള്ളതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഇപ്പോഴത്തെ ആ ഒരു മൈൽഡ് ഫ്ലേവർ പ്രോഡക്ട്സ് എപ്പോഴത്തെയും കണക്ക് മെക്സിക്കൻസിന് പുറമെ ഇവിടെയുള്ള അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ കഴിക്കും. കമ്പനി ഇപ്പോൾ തയ്യാറാക്കുന്ന ഈ ഒരു പുതിയ പ്രോഡക്റ്റ് മെക്സിക്കൻസിനും കൂടി ഇഷ്ടമായ പിന്നെ കമ്പനിയുടെ വരുമാനം
വരുമാനം അതിനനുസരിച്ച് കുറച്ചുകൂടെ കൂടുമെന്ന ഒരു നല്ലൊരു ഐഡിയ റിച്ചാർഡ് പറയുമ്പോൾ കൂട്ടത്തിൽ തന്നെ സിഒയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് താൻ ഒരു സിഒ എന്ന രീതിയിൽ കമ്പനി എങ്ങനെ ഇപ്പൊ രക്ഷപ്പെടുത്താം എന്ന് ചിന്തിച്ചപ്പോൾ തനിക്ക് ഈ ഒരു പുതിയ പ്രോഡക്റ്റിന്റെ ഐഡിയ വന്നതെന്നെല്ലാം റിച്ചാർഡ് പറയുമ്പോൾ തന്റെ വീഡിയോ ഒരു വർക്കറിനെങ്കിലും ഇങ്ങനെ ചിന്തിപ്പിച്ചല്ലോ എന്ന ആ ഒരു സന്തോഷം സിഒയ്ക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം റിച്ചാർഡിന്റെ ആ ഒരു പ്രോഡക്റ്റ് ടേസ്റ്റ് ചെയ്യാനായി തയ്യാറാവുന്നു. അങ്ങനെ റിച്ചാർഡ് സാമ്പിൾ കൊടുക്കുന്നുണ്ട്. തുടർന്ന് അത് ടേസ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് നല്ല എരിവ് തോന്നുന്നുണ്ടെങ്കിലും ആ എരിവ് ആ ഒരു സ്നാക്ക് കഴിക്കാതിരിക്കാനുള്ള ഒരു കാരണമല്ല, വീണ്ടും വീണ്ടും കഴിക്കാൻ കൊതിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. വളരെയധികം അദ്ദേഹത്തിന് അത് ഇഷ്ടാവുന്നു. എന്തെങ്കിലും താൻ ഫാക്ടറിയിലേക്ക് എത്തുമ്പോൾ റിച്ചാർഡിനെ കണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് സിഒ പിന്നീട് റിച്ചാർഡിനെ അറിയിക്കുമ്പോൾ റിച്ചാർഡ് വളരെ ഹാപ്പി ആവുന്നു. സിഒ ഈ ഫാക്ടറിയിലേക്ക് വന്ന് ഇവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നു എന്ന ഒരു കാര്യം അറിയുന്ന ആ ഒരു ഫാക്ടറിയിലെ ഹയർ എംപ്ലോയീസിന് അത് ഭയങ്കര കണ്ണുകടിയായി മാറുന്നു. നിന്നെ പോലെ ഒരു ക്ലീനിങ് സ്റ്റാഫ് സിഒയോട് നേരിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഈ ഫാക്ടറിയിലെ ഹൈറാർക്കിയാണ് തെറ്റിച്ചിരിക്കുന്നത്, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ വഴി വേണം പറയാനെന്നല്ല അവർ റിച്ചാർഡിനെ ശകാരിക്കുന്നു. ആക്ച്വലി ഇവരോടൊക്കെ റിച്ചാർഡ് സിഒയോട് ഈ ഒരു കാര്യം എത്തിക്കാനായി സഹായം ചോദിച്ചെങ്കിലും ഇവരൊന്നും അതിനൊരു അവസരവും അല്ലെങ്കിൽ ഒരു സഹായവും റിച്ചാർഡിന് ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ടാണ് റിച്ചാർഡ് തന്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഇവിടം വരെ ആയത്. ഇപ്പം തന്നെ അവർ ഇനി ഒരു പുതിയ പ്രോഡക്റ്റ് കമ്പനി കണ്ടുപിടിക്കാൻ പോയാലും മതി, ഈ നഷ്ടത്തിലൂടെ പോകുന്ന സമയത്ത് നീ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫണ്ട് ഉണ്ടാക്കാനായി കുറച്ചുകൂടെ എംപ്ലോയീസിന്റെ ജോലി പോകും, നീ കാരണം അങ്ങനെ ജോലി പോകുമ്പോൾ നിനക്ക് തൃപ്തിയാവല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ റിച്ചാർഡിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്. തന്നെ കുറ്റപ്പെടുത്തിയപ്പോ റിച്ചാർഡിന് അത് വലിയ കാര്യമായിരുന്നില്ലെങ്കിലും താൻ കാരണം ഇനി അങ്ങനെ ജോലി കുറെ പേർക്ക് നഷ്ടാവൂ എന്ന് റിച്ചാർഡിന് തോന്നുമ്പോൾ അവൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. റിച്ചാർഡ് ഈ ഒരു സങ്കടം ജൂഡിയുമായി പിന്നീട് പങ്കുവെക്കുന്നു. ഞാൻ കമ്പനി രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾക്ക് ഇനിയും ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നു, അത് ഇനി ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നൊക്കെ റിച്ചാർഡ് സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട, നിങ്ങളുടെ ആ മാനേജർക്കൊക്കെ നിങ്ങളോട് അസൂയാണ്, അവര് വളരെ താഴ്ന്ന നിലയിൽ കാണുന്ന ഒരു എംപ്ലോയി ഇത്രയും നല്ലൊരു ഐഡിയ കൊണ്ടുവരുന്നു, സിഇഒ ആ എംപ്ലോയിയെ കണ്ട് നേരിട്ട് സംസാരിക്കാനായി എത്തുന്നു എന്ന ഒരു കാര്യം കൊണ്ട് അവർ കുശുമ്പ് കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. എന്തായാലും ഇനി സിഇഒ വരാൻ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, അതിനോടകം അദ്ദേഹത്തിന് മുന്നിൽ ഈ ഒരു പുതിയ ഐഡിയ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുന്ന വൈഫ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റേഷന് വേണ്ടി ജൂഡി തയ്യാറെടുക്കാനായി റിച്ചാർഡിനെ സഹായിക്കുന്നു. ജൂഡി മാത്രമല്ല ബേക്കറും ഒരു സിഇഒയോട് എങ്ങനെ സംസാരിക്കണം എന്ന കാര്യങ്ങളൊക്കെ റിച്ചാർഡിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെ സംസാരിക്കണം എന്നത് മാത്രമല്ല അന്ന് എത്ര പ്രൊഫഷണൽ ആയ രീതിയിൽ റിച്ചാർഡ് ഒരുങ്ങി പോകണം എന്നതിനെ പറ്റി പോലും ജൂഡിക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധ തയ്യാറെടുപ്പുകളും റിച്ചാർഡ് നടത്തി പ്രസന്റേഷന്റെ ദിവസം ഓഫീസിലേക്ക് പുറപ്പെട്ടു പോകുന്നുണ്ട്. അന്ന് പറഞ്ഞ കണക്ക് തന്നെ സിഇഒ മറ്റു ചില ഒഫീഷ്യൽസുമായി റിച്ചാർഡിന്റെ പ്രസന്റേഷൻ കേൾക്കാനായി ഫാക്ടറിയിലേക്ക് എത്തുന്നു. റിച്ചാർഡ് അവരുടെ മുന്നിൽ തന്നെ കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയ രീതി തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ സമയം റിച്ചാർഡ് പറയുന്നുണ്ട്, ഇവിടെ കുടിയേറി പാർക്കുന്ന ഒരുപാട് മെക്സിക്കൻസ് ഉണ്ട്, അവരെ പരിഗണിക്കാത്ത കൈൻഡ് ഓഫ് ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ആയിരുന്നു, അല്ല ആ പ്രോഡക്റ്റ് ഫ്ലേവേഴ്സ് ആയിരുന്നു ഇത്രയും നാളെ കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അവരെയും കൂടി പരിഗണിച്ച് ഒരു പുതിയ സ്പൈസി ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അത്തരം ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കിയാലും അവരുടെയും കൂടി കച്ചവടം നമുക്ക് കിട്ടും, അവരും കൂടി നമ്മുടെ കസ്റ്റമേഴ്സായി മാറിയ കമ്പനിയുടെ വരുമാനം വർദ്ധിക്കും. കാരണം അത്ര വലിയ അളവിലാണ് ഇവിടെ മെക്സിക്കൻസ് ഉള്ളത്, അതുകൊണ്ട് അവരെയും കൂടി നമ്മുടെ കസ്റ്റമേഴ്സ് ആക്കാൻ പറ്റുന്ന ഒരു പുതിയ ഫ്ലേവർ ആണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് റിച്ചാർഡ് പറയുന്നു. എന്തായാലും വലിയ ബിസിനസ് വാക്കുകളൊന്നും ഉപയോഗിച്ചല്ലായിരുന്നു റിച്ചാർഡ് പ്രസന്റ് ചെയ്തത്, പക്ഷെ തന്റെ ഐഡിയ വളരെ നല്ല രീതിയിൽ കേട്ടിരിക്കുന്നവരിലേക്ക് എത്തിക്കാനായി റിച്ചാർഡിന് സാധിച്ചു എന്നതിന്റെ തെളിവാണ് റിച്ചാർഡിന്റെ ഈ ഒരു പ്രസന്റേഷന് ശേഷം ഈ ഒരു പ്രോഡക്റ്റുമായി മുന്നോട്ട് പോകാമെന്ന സിഇഒ എടുത്ത തീരുമാനം. അങ്ങനെ എന്തായാലും കമ്പനി ഒരു 50,000 പാക്കറ്റുകളാണ് ആദ്യം ആ ഒരു പുതിയ ഫ്ലേവറിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും അവർ വിൽക്കാൻ വെച്ചിരുന്ന ആ ഒരു പുതിയ ഫ്ലേവർ മാത്രം അങ്ങനെ വിറ്റുപോയതേയില്ല. ഇനിയും ഈ ഒരു പുതിയ ഫ്ലേവറിന്റെ പുറത്ത് പരീക്ഷണം നടത്തേണ്ടെന്ന രീതിക്ക് കമ്പനിയുടെ ഒഫീഷ്യൽസ് തീരുമാനത്തിലേക്ക് എത്തുമ്പോഴേക്കും റിച്ചാർഡിന് ആകെ നിരാശയാവുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, തെറ്റ് പറ്റിയോ, ഞാൻ കമ്പനിയെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയോ എന്നല്ല റിച്ചാർഡ് ആകെ ടെൻഷനിലാവുന്നുണ്ട്. ആ സമയത്താണ് റിച്ചാർഡിനോട് മകൻ പറയുന്നത്, അച്ഛന്റെ ഈ ഒരു പുതിയ പ്രോഡക്റ്റിനെ പറ്റി ഒരു പരസ്യം പോലും ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ ആളുകൾ അറിയുന്നതെന്ന്. അതൊരു ഐഡിയയായി തോന്നുന്ന റിച്ചാർഡ് അടുത്ത ദിവസം തന്നെ ആ പഴയ ഗാങ്സ്റ്റർ ഗ്യാങ് ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പൊ റിച്ചാർഡ് ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ എംപ്ലോയി ആയ റോണി മുന്നേ സാമ്പത്തിക ബാധ്യത കൂടിയപ്പോ കമ്പനി പറഞ്ഞു വിട്ട എംപ്ലോയീസിന്റെ കൂടെ ജോലി നഷ്ടപ്പെട്ട ഒരാളാണ്, എനിക്കൊരു ഐഡിയ ഉണ്ട്, അതുവഴി നിനക്ക് ജോലിയൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടെന്ന് റോണിയോട് പറയുകയും അങ്ങനെ ഗ്യാങ്ങിനെ കൂട്ടി റിച്ചാർഡ് നേരെ ഓഫീസിലേക്ക് വന്നു. അവിടെ അവർ തയ്യാറാക്കി ഓൾറെഡി വെച്ചിരുന്ന കുറെ പ്രോഡക്റ്റ് സാമ്പിൾസ് ആ ഒരു ഗ്യാങ്ങിന്റെ കയ്യിൽ നൽകുന്നു. ഇവരൊക്കെ മെക്സിക്കൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ഈ സാമ്പിൾസ് കൊടുത്ത് അത് കൂടുതൽ മെക്സിക്കൻസിലേക്ക് എത്തിക്കാൻ പറ്റും. അതുവഴി മെക്സിക്കൻസ് ഈ പുതിയ പ്രോഡക്റ്റിനെ പറ്റി അവരുടെ ഫ്ലേവറിന് ഇഷ്ടപ്പെടുന്ന ഈ ഒരു പുതിയ പ്രോഡക്റ്റിനെ പറ്റി അറിഞ്ഞു അത് ഒരു വട്ടം ടേസ്റ്റ് ചെയ്താൽ പിന്നെ അത് വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് തോന്നി ആ രീതിയിൽ റിച്ചാർഡ് മാർക്കറ്റ് ചെയ്യുന്നു. കൂടാതെ റിച്ചാർഡ് ആകട്ടെ മകന്റെ കൂടെ തിരക്കുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ആ ഒരു പ്രോഡക്റ്റ് കയ്യിലെ കാശ് മുടക്കി വാങ്ങിച്ച് അങ്ങനെ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു പുതിയ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ടെന്ന രീതിക്ക് ചെറുതായി അറിയിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഈ ചെറിയ ശ്രമങ്ങൾ നല്ല സക്സസ് ആയി മാറുന്നു. ഈ പ്രോഡക്റ്റിനെ പറ്റി കേട്ടറിഞ്ഞ് കൂടുതൽ ആളുകൾ അത് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വിറ്റുപോകാതിരുന്ന പ്രോഡക്റ്റ് ഒക്കെ വിറ്റുപോവുകയും കൂടുതൽ അളവിൽ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന രീതിക്ക് പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. സിഇഒ ഒക്കെ ഭയങ്കര ഹാപ്പി ആവുന്നു. ഇത്രയും പ്രോഡക്ട്സ് ഉണ്ടാക്കാനായി അവർക്ക് ഇപ്പോൾ ഉള്ള എംപ്ലോയീസിനെ കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഇവർ ജോലി എന്ന് പറഞ്ഞു വിട്ട എംപ്ലോയീസിനെ തിരികെ എടുക്കുന്നു. ആ
കൂട്ടത്തിൽ റിച്ചാർഡ് മുന്നേ പറഞ്ഞ കണക്ക് റോണിക്കും തിരിച്ച് അവന്റെ ജോലി ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോഴേക്കും കമ്പനി ഇപ്പോൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ ഒരു ഹിറ്റ് പ്രോഡക്റ്റ് ആയി തന്നെ ഫ്ലേമിംഗ് ഹോട്ട് എന്ന പേരിൽ പുതുതായി ഇവർ പുറത്തിറക്കിയ റിച്ചാർഡിന്റെ ആ ഒരു സ്നാക്ക് ഐറ്റം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ബേക്കർ ആയിട്ടിപ്പോഴേക്കും പ്ലാൻ മാനേജറായി പ്രൊമോട്ടഡ് ആയിരിക്കുന്നു. കഴിഞ്ഞൊരു 20 വർഷത്തിലേറെയായി മെഷീനറി ഓപ്പറേറ്ററായി നിന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ അർഹിച്ച പ്രൊമോഷൻ ഒടുക്കം നേടിയിരിക്കുന്നു. ബേക്കറിന്റെ ഒരു പ്രൊമോഷനിൽ റിച്ചാർഡിന് സന്തോഷം ഉണ്ടെങ്കിലും താൻ ഈ ഒരു വലിയ കാര്യം കമ്പനിയിൽ ചെയ്തിട്ടും അത് സക്സസ് ആയി മാറി ഒരു 6 മാസം കഴിഞ്ഞിട്ടും തനിക്ക് ഇതുവരെ ഒരു പ്രൊമോഷൻ ലഭിച്ചില്ലല്ലോ, തന്നെ മെഷീൻ ഓപ്പറേറ്റർ ഇതുവരെ പ്രൊമോട്ട് ചെയ്തില്ലല്ലോ എന്ന് റിച്ചാർഡിന് ആകെ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായ ഒരു ദിവസം കമ്പനി വിസിറ്റ് ചെയ്യാൻ എത്തുന്ന സിഇഒ റിച്ചാർഡിന് അവന്റെ പ്രൊമോഷന്റെ ഗുഡ് ന്യൂസ് അറിയിക്കുന്നുണ്ട്. പക്ഷെ ഇത് റിച്ചാർഡ് ആഗ്രഹിച്ച കണക്ക് മെഷീനറി ഓപ്പറേറ്റർ എന്ന അവൻ ആഗ്രഹിച്ച ചെറിയൊരു പ്രൊമോഷൻ അല്ല, മറിച്ച് ആ കമ്പനിയുടെ റിച്ചാർഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിലെ ഡയറക്ടർ എന്ന പദവിയിലേക്കാണ് സിഇഒ റിച്ചാർഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ആ ഒരു ഫാക്ടറിയുടെ തലവര തന്നെ മാറ്റിമറിച്ചത് വെറും ഒരു ക്ലീനിങ് സ്റ്റാഫായി അവിടെ ചേർന്ന റിച്ചാർഡിന്റെ ഐഡിയ ആയിരുന്നല്ലോ. അങ്ങനെ റിച്ചാർഡ് വളരെ ഹാപ്പി ആവുന്നു. ഒപ്പം തന്നെ റിച്ചാർഡിന്റെ വൈഫും റിച്ചാർഡിന്റെ ഈ ഒരു സന്തോഷത്തില് കൂടെ നിന്ന ആളുകളും ഒക്കെ ഹാപ്പി ആവുകയാണ്. റിച്ചാർഡിനെ അവനൊരു ക്ലീനിങ് സ്റ്റാഫ്, ഒരു മെക്സിക്കൻ എന്ന രീതിയിൽ ചവിട്ടി തേച്ചവര് പോലും റിച്ചാർഡിന്റെ ഇന്നത്തെ ഈ ഒരു വളർച്ച കണ്ട് വളരെ അതിശയിച്ചു പോകുന്നുണ്ട്. തുടർന്ന് റിച്ചാർഡിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ആ ഒരു ഫാക്ടറിയും അതിനെ വിശ്വസിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന എംപ്ലോയീസും ഒക്കെ മുന്നോട്ട് പോകുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു കഥയല്ല, ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് തന്നെയാണ്. ഇന്ന് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന നല്ല എരിവുള്ള ഒരു ചീറ്റോസ് ഫ്ലേവറില്ലേ, എത്ര കഴിച്ചാലും മടുപ്പിക്കാതെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ആ എരിവുള്ള ചീറ്റോസ്, അത് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ്. ഇങ്ങനെയാണ് ആ ചീറ്റോസ് ഉണ്ടായത്. അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒപ്പം വീഡിയോ റേറ്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടാം. ബൈ.